നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ സധൈര്യം മുന്നോട്ട് പോകുക. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്കതിൻ്റെ പരിഹാരം കാണാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് നമ്മൾ പിന്നോക്കാണ് പോകുന്നെങ്കിലോ ഈ പ്രശ്നങ്ങളൊക്കെ വലുതാക്കുക ചെയ്യാം, എന്നിട്ട് ഏറെ വഷളായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. കൃഷ്ണൻ്റെയും രാമേട്ടൻ്റെയും ബലരാമൻ്റെയും ഒരു കഥയാണ്. രണ്ടുപേരും കൂടെ കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുക. അപ്പോൾ നന്നേ ചെറിയ കുട്ടികളല്ല കേട്ടോ, കുറച്ച് മുതിർന്നിറക്കണു. അങ്ങനെ പോകുമ്പോഴേ കൃഷ്ണന് ഉറക്കം വന്നു. അപ്പോൾ കൃഷ്ണൻ രാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ കുറച്ച് നേരം ഈ മരത്തിൻ്റെ ചോട്ടിലൊന്ന് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഏട്ടൻ കാവൽ നിന്നാൽ മതി, പിന്നെ ഞാൻ ഉണർന്നു കഴിഞ്ഞാൽ ഏട്ടൻ ഉറങ്ങാം, അപ്പോൾ ഞാനും കാവൽ നിൽക്കാം എന്ന് പറഞ്ഞു. ശരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ ഉറങ്ങാനായിട്ട് തുടങ്ങി. രാമേട്ടൻ കാവൽ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് ഒരു രാക്ഷസൻ വന്നത്. അപ്പോൾ ഈ രാക്ഷസന്റെ അട്ടഹാസവും ആ സ്വരൂപവും ഒക്കെ കണ്ടപ്പോൾ രാമേട്ടന് ചെറുതായിട്ടൊരു പേടി തോന്നി. രാമേട്ടൻ ഒരടി പുറകിലേക്ക് വെച്ചു. അപ്പോൾ രാക്ഷസൻ ഒരടി മുന്നിലേക്ക് വെച്ചു. അപ്പോൾ പിന്നെയും പേടിയായി. അപ്പോൾ രാമേട്ടൻ ഒന്നും കൂടെ പുറകിലേക്ക് വന്നു. രാക്ഷസനാകട്ടെ മുന്നോട്ടേക്കാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നിലേക്ക് വരും തോറും ഈ രാക്ഷസ